അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. രാമനാട്ടുകര ഫറൂഖ് കോളേജിന് സമീപത്തെ 14 വയസ്സുകാരനായ മൃദുലാണ് മരിച്ചത്. ജൂൺ 24-നായിരുന്നു കുട്ടിയെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് വെന്റിലേറ്ററിലാക്കി. 2 മാസത്തിനിടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്ന 3ാമത്തെ കുട്ടിയാണ് മൃദുൽ. മൃദുലിന് ഇന്നലെ പുലർച്ചെ മുതൽ വിദേശത്ത് നിന്ന് എത്തിച്ച മരുന്ന് നൽകി തുടങ്ങിയിരുന്നെങ്കിലും പ്രതികരിച്ചിരുന്നില്ല. സർക്കാർ ഇടപെടലിനെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ 2:30-യോടെയാണ് കോഴിക്കോട്ടേക്ക് മരുന്നെത്തിച്ചത്. അരമണിക്കൂറിനകം ആദ്യ ഡോസും പകൽ 11-ന് രണ്ടാമത്തെ ഡോസും നൽകിയെങ്കിലും രാത്രി വൈകിയും ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടായിരുന്നില്ല. രാത്രിയോടെ മരണവും സംഭവിച്ചു. ഇരുമൂളിപ്പറമ്പ് അജിത് പ്രസാദ് ജ്യോതി ദമ്പതികളുടെ മകനായ മൃദുൽ ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കുളത്തിൽ കുളിച്ച ശേഷമാണ് കുട്ടിയിൽ രോഗലക്ഷണം കണ്ടതെന്നാണ് റിപ്പോർട്ട്. ഫറൂഖ് കോളേജ് പരിസരത്തെ അച്ചൻകുളത്തിലാണ് കുട്ടി കുളിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അടുത്തിടെയായി 3 കുട്ടികളാണ് സംസ്ഥാനത്ത് മരിച്ചത്. കണ്ണൂർ, മലപ്പുറം സ്വദേശികളാണ് നേരത്തെ മരിച്ചത്. കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബു ധന്യ ദമ്പതികളുടെ മകൾ 13 വയസ്സുകാരിയായ വി ദക്ഷിണയാണ് മരിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മലപ്പുറം മുന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശി പടിഞ്ഞാറെ പീടിയേക്കൽ ഹസൻകുട്ടി ഫസ്ന ദമ്പതികളുടെ 5 വയസ്സുള്ള മകൾ ഫതുവയാണ് മരിച്ചത്. 3 പേരും സമാന ലക്ഷണങ്ങളാണ് കാണിച്ചിരുന്നത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ജൂൺ 12-നാണ് ദക്ഷിണ മരിച്ചത്. സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നു. ഇതാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് സംശയം. സാധാരണ രീതിയിൽ അമീബ ശരീരത്തിൽ പ്രവേശിച്ചു 4-5 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണിക്കും. എന്നാൽ ദക്ഷിണക്ക് 3.5 മാസം കഴിഞ്ഞ് മെയ് 8-നാണ് ലക്ഷണങ്ങൾ കണ്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെയാണ് ഫതുവ മരിച്ചത്. മെയ് 20-നായിരുന്നു ഇത്. കടലുണ്ടിപ്പുഴയിലെ പാറയ്ക്കൽ കടവിൽ കുളിച്ച ഫതുവയ്ക്ക് പനിയും തലവേദനയും പിടിപെടുകയായിരുന്നു. ഒരാഴ്ചത്തെ ചികിത്സക്കൊടുവിൽ മരണത്തിന് കീഴടങ്ങി. നെഗ്ലറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെടുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരമുണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. രോഗാണുബാധ ഉണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. ഗുരുതരാവസ്ഥയിൽ എത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ ശക്തി കുറവുള്ളതുകൊണ്ടാണോ അപൂർവം ചിലരിൽ മാത്രം ഈ രോഗം ഉണ്ടാകുന്നത് എന്നത് ഇതുവരെ വ്യക്തമല്ല. ഈ രോഗം ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് പകരുകയുമില്ല. ഈ രോഗം ഭേദമാക്കാനുള്ള ചികിത്സ ലഭ്യമായിട്ടില്ല. രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്നത് കൂടാതെ രോഗിയുടെ ശ്വാസകോശം, ഹൃദയം എന്നിവയുടെ പ്രവർത്തനം നിലനിർത്തുക, അപസ്മാരം നിയന്ത്രിക്കുക എന്നിവയാണ് ചെയ്യാവുന്നത്. കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമാണ് ഇവ പ്രധാനമായും രോഗമുണ്ടാകുന്നത്.